എങ്ങനെയുണ്ട് ചക്ക ബർഗർ? ഋഷിയുടെ അഭിപ്രായം പറയാ. അടിപൊളി, നല്ല മയോണൈസാ. മയോണൈസ് എന്ത് ചക്ക കുരു കൊണ്ടാണ് മയോണൈസ്? നല്ല രസമുണ്ട്, നല്ല എരിവൊക്കെയുള്ള മയോണൈസ്. വെറൈറ്റി ബർഗർ എങ്ങനെയുണ്ട്? ചക്ക തിന്നാത്ത നിനക്ക് എങ്ങനെയുണ്ട് ചക്ക ബർഗർ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഋഷികേശിൻ്റെ അഭിപ്രായം കേട്ടു. ഇനി നമുക്ക് ചക്ക ബർഗർ ഉണ്ടാക്കാൻ നോക്കാം. ചക്കയുടെ ഏറ്റവും അല്പം ശ്രമകരമായ ഒരു പരിപാടിയാണ് ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ചുള അല്ലി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അത് മാത്രമേ അല്പം ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത് തന്നെ ചക്ക ഒരു വലിയ ചക്കയാണ്. നമ്മൾ കുറച്ച് ബർഗർ ഉണ്ടാക്കണുള്ളൂ കേട്ടോ, 4 ബർഗർ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ചവണിയൊക്കെ കളഞ്ഞ്, ഞങ്ങൾ ചവണി എന്ന് പറയാം കേട്ടോ, ചവണിയൊക്കെ കളഞ്ഞ് കുരു സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിടുന്ന ചക്ക ഏകദേശം പഴുക്കാറായിട്ടുള്ള ഒരു ചക്കയാണ് കേട്ടോ. നമ്മുടെ പ്ലാവിൽ നിന്ന് തന്നെ ഇട്ട ചക്കയാണ്. ഇതിന് നമുക്ക് ഒരു തുണ്ടം മാത്രമേ നമുക്ക് ചക്ക ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ചക്ക ഒന്ന് ചേഞ്ച് ആയുള്ളൊരു കറി അല്ലെങ്കിൽ ചേഞ്ച് ആയുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക്, ടേസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർക്ക് തീർച്ചയായും പരീക്ഷിക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ചക്ക ബർഗർ. ചക്ക ഞാൻ ഒരു പ്യൂർ വെജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചക്ക ബർഗർ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് എഗ്ഗോ മറ്റുള്ളതൊന്നും ഉപയോഗിക്കുന്നില്ല. എഗ്ഗോ അല്ലെങ്കിൽ ചിക്കനോ ചേർത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ സീസണലായുള്ള ഫ്രൂട്ട്സ് എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളൊരു വിഭാഗത്തിലേക്ക് പെടുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ എടുക്കുന്നത്. നമ്മൾ ചക്കക്കുരും കൂടി ഇതിന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ചക്കക്കുരു നമ്മൾ മയണൈസിന് വേണ്ടി നല്ല ഹൈ പ്രോട്ടീൻ, ഒത്തിരി ഫൈബറൊക്കെ ഉള്ള ചക്ക നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചക്ക ബർഗർ ഉണ്ടാക്കുന്നത് കേട്ടോ. ചക്ക ബർഗർ ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് മുന്നേ നമ്മൾ മയണൈസ് ഉണ്ടാക്കാൻ ചക്കക്കുരു അതേപോലെ തന്നെ നമ്മൾ കുക്കറിലിട്ടിട്ട് 2 അടി അടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്കിൻ കളഞ്ഞ് നമുക്ക് ചക്കക്കുരു മയണൈസ് ഉണ്ടാക്കാം കേട്ടോ. ചക്കക്കുരു മയണൈസ് ഒരു ഡിപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിന് മുന്നേ നമ്മൾ ചക്ക ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചക്ക ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റീം ചെയ്യാണ് നല്ലത്. നമുക്ക് ഓവറായിട്ട് കുക്ക് ചെയ്യണം, നമുക്ക് മാഷ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ചക്ക ചെറുതായിട്ട് നുറുക്കിയിട്ട് ഏകദേശം പാത്രത്തിൻ്റെ പകുതി മാത്രം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതായത് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് സ്റ്റീമിൽ വന്ന് വേവും. അതിൻ്റെ പാത്രം അടച്ചു വെച്ച് കുക്കർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 15 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഈ ചക്ക എടുക്കണം സമയം എടുത്തുള്ളൂ കുക്കാവാനായിട്ട്. ഇപ്പോൾ ചക്കയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അത് അധികം വേവിക്കുന്നുണ്ട് കേട്ടോ. 2-3 കിലോനുണ്ട്. ബാക്കിയുള്ള ഞാൻ ചക്ക മറ്റുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്, കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ വെറുതെ ഉപ്പ് മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഉപ്പ് മാത്രം ഇട്ടിട്ട് ചക്ക വേവിച്ചു, ചക്ക റെഡി കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം, അല്ലെങ്കിൽ തണുക്കുന്നതിന് മുന്നേ ആയാലും കുഴപ്പമില്ല, നമ്മളൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ റെഡിയാക്കി ഒന്ന് തണുക്കാൻ വെച്ചു. ഇനി നമ്മളിത് ചക്കക്കുരു കൊണ്ട് മയണൈസ് എടുക്കുന്നത് വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ ഓയിൽ ചേർക്കണില്ല. നമ്മളൊരു ഡയറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കക്കുരു എടുക്കാം കേട്ടോ. അപ്പോൾ തിക്കനിങ്ങിന് വേണ്ടി നമ്മൾ ചക്ക ഇട്ടു, ഇത്തിരി സോൾട്ട്, ചക്കക്കുരു ഇട്ടു, നമ്മൾ ഇത്തിരി സ്പൈസി കിട്ടാൻ ചില്ലിയും കുറച്ച് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗാർലിക്കും വെളുത്തുള്ളി ഇട്ടു, ചെറിയ മുളക്, ചെറിയ മുളകും ഇപ്പോൾ ലെമൺ ജ്യൂസും വേണമെങ്കിൽ ഒരു ലെമൺ ജ്യൂസ് നിങ്ങൾ എടുത്തോട്ടോ. ഏകദേശം 100 ഗ്രാം ചക്കക്കുരുവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ 1.5 കപ്പ് മിൽക്കും ഉപയോഗിക്കും. ആദ്യം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുത്തൊന്ന് ഇത് കണ്ട അടിപൊളിയായിട്ട് സ്മൂത്തായി. ഇനി നമുക്ക് പാലൊഴിച്ച് നമുക്കിത് അടിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഒരു സ്പൈസിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ 5 മുളക് എടുത്തത് കേട്ടോ. കാന്താരി മുളകാണ് ഇട്ട്, നല്ല സ്പൈസിയാണ് കേട്ടോ. നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമുക്ക് തിക്ക് എത്രത്തോളം വേണമെന്നനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ച ഓയിൽ ചേർത്തിനെങ്കിൽ കൂടുതൽ സ്മൂത്തി ആയിരിക്കും, കുറച്ച് ഫ്ലേവർ കൂടാനും സാധ്യതയുണ്ട് കേട്ടോ. മസ്റ്റാർഡൊന്നും ഞാൻ ഇട്ടില്ല. മസ്റ്റാർഡ് ഇടാൻ നിങ്ങൾക്ക് പെപ്പറെല്ലാം ഇടാം. അപ്പോൾ അടിപൊളി മയണൈസാണ്. നിങ്ങൾ മറ്റുള്ള എന്തെങ്കിലും നഗറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഡിപ്പായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്കൊന്ന് നമ്മുടെ ചക്ക സോട്ട് ചെയ്യാൻ വേണ്ടിയതേ ഞാൻ ഗാർലിക്കും ഉള്ളിയും പച്ചമുളകും മാത്രമാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഷാലറ്റ്സ് ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ അത്ര നല്ലത്. ഏകദേശം 4 ബർഗറിന് വേണ്ടി ഏകദേശം ഒരു 300-400 ഗ്രാമത്തോളം നമ്മൾ ചക്ക, വെന്ത ചക്ക എടുത്തു. ഞാനിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ നമ്മുടെ നല്ല വെളിച്ചെണ്ണയല്ലേ. അതുപോലെ ഒരു ഒനിയന് ചോപ്പ് ചെയ്ത്, ഒരു ഉള്ളി ചോപ്പ് ചെയ്ത്, ചെറുള്ളി ഉപയോഗിക്കാം. അത്രയും നല്ലത് കേട്ടോ. പച്ചമുളക് നല്ലതായിട്ട് നമ്മൾ സോട്ട് ചെയ്യാമെന്ന് കേട്ടോ. സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്, സ്പ്രിംഗ് ഒനിയൻ സോട്ടാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറി ലീവ്സ് ഇടാം. നിങ്ങൾക്ക് കൊറിയാൻഡർ ലീവ്സ് ഇഷ്ടമാണെങ്കിൽ കൊറിയാൻഡർ ലീവ്സ് ഇടാം കേട്ടോ. നമ്മൾ സോട്ടായി വരുമ്പോൾ ആദ്യം മസാലകളൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. ഇനി മസാലകളൊന്നും ഇടുന്നില്ല. ഒരു കോണ്ടിനെൻ്റൽ ഫ്ലേവർ കൊടുക്കാവുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ അല്ലെങ്കിൽ നിങ്ങൾ തൈമൊക്കെ നിങ്ങൾ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് വേർഷൻ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു സജഷൻ മാത്രമാണ് കേട്ടോ. അത് നമ്മൾ ചില്ലി 2 ചില്ലി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് 4 ബർഗറിന് വേണ്ടിയുള്ള ചക്കയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊട്ടിക്കുക. ഇതിൽ നമുക്ക് സോൾട്ടും പെപ്പറൊക്കെ നമുക്ക് ഇപ്പോൾ എടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ചേർക്കണം. ഇത് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത സ്പ്രിംഗ് ഒനിയൻ ഞാൻ 50
ഗ്രാം സ്പ്രിംഗ് ഒനിയനാണ് ഈ 4 ബർഗറിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഉപ്പ്, പെപ്പർ, നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ എല്ലാം ചേർത്ത് നിങ്ങൾക്ക് ഒരു കട്ട്ലറ്റ് മിക്സർ പോലെ ഉണ്ടാക്കാം. എന്നാലും നമ്മുടെ ബർഗറാണ്. നിങ്ങൾ വാങ്ങി കഴിക്കുന്ന ബർഗറിൽ എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റ് മഗ്ഗു ഗരം മസാലയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അതൊന്നും ചേർക്കുന്നില്ല. കാരണം എരിവ് കുറവ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഇടുന്നത് കേട്ടോ. ചില്ലി പൗഡറൊന്നും ഉപയോഗിക്കില്ല. കുറച്ച് ക്രഷ്ഡ് പെപ്പർ അത് നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ 4 ബർഗറിനാണ് 110 ഗ്രാം 120 ഗ്രാം വരാവുന്ന ബണ്ണുകളായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ബ്രൗൺ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ പൊടിക്കണം. അതായത് ഫ്രഷ് ബ്രെഡ് കംസ് ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് കംസ് നമുക്ക് വാങ്ങാൻ കിട്ടുമെന്ന് വെച്ചാൽ പാങ്കോ ബ്രെഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു കോട്ടിങ് ഉണ്ടാക്കാം. ആ ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തു. ആ ബ്രെഡ് പൊടിയിലാണ് നമ്മൾ നമ്മുടെ ബർഗർ പാറ്റീസ് ഡിപ്പ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ കണ്ട നമ്മളൊരു ഏകദേശം 100 ഗ്രാം 110 ഗ്രാം വരാവുന്ന ബോളുകളായിട്ട് 4ആയിട്ട് തരംതിരിച്ചു. അതായത് ഒത്തിരി മാഷ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ടു നമ്മുടെ ബർഗർ റെഡിയാണ്. ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യണം. അതായത് പാനിൽ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. കുറച്ച് ഓയിലല്ലേ വേണ്ടു. നമ്മൾ കുറച്ച് ബട്ടറും കൂടി ഉപയോഗിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ വരെ നമ്മൾ വേവിച്ചെടുക്കണം. അതിനെ കളറാക്കി എടുക്കണം. കുറച്ച് അല്പം ബട്ടർ നേരിട്ടിടരുത്. ചൂടായ പാത്രത്തിൽ നേരിട്ടിട്ടാൽ എന്തുണ്ടാവും, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ ഓയിൽ ഒഴിച്ചു. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് കഴിഞ്ഞാൽ ബട്ടറോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല ഗോൾഡൻ കളർ വരെ ഒരു 10 മിനിറ്റ് നമ്മൾ തിരിച്ചും മറിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ വരെ വേവിച്ചെടുക്കുക കേട്ടോ. അതായത് നമ്മൾ ഇട്ടിരിക്കുന്നത് എല്ലാം നന്നായിട്ട് വെന്തതാണ്. പ്രത്യേകിച്ച് ഒന്നും വേവക്കാനില്ല. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് കളറാക്കും. നല്ലൊരു ക്രിസ്പി ടെക്സ്ചർ കിട്ടുന്നവരെ നിങ്ങൾ ലോ ഫയറിനിട്ട് ഗ്രില്ല് ചെയ്യുക. തീർച്ചയായും നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ ചക്ക കൊണ്ടൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുക എന്നുള്ള തന്നെയല്ല, ബർഗർ എല്ലാ മക്കൾക്കും ഇഷ്ടമുള്ളത് കൊണ്ടും നമ്മൾ ബർഗർ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ ബർഗർ ഉണ്ടാക്കാനായിട്ടുള്ള 4 ബണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ബർഗർ ബണ്ണൊന്നുമല്ല, എന്നിരുന്നാലും സാധാ നമ്മുടെ കടകളിൽ കിട്ടുന്ന ബണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബർഗർ ബണ്ണ് കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കാം. ഒരു പോർഷൻ 180 ഗ്രാം വരാവുന്നതാണ് ഒരു ബർഗർ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലെഗ്റ്റൂസൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ അത് പ്യുവർ വെജിറ്റേറിയൻ ആണല്ലോ, വെജിറ്റേറിയൻ വെജിറ്റബിളുകൾ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ബർഗർ ഒന്ന് കളറാക്കി എടുത്തു, ഒന്ന് ടോസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഇത് നമ്മൾ ബട്ടറിന് പകരം നമ്മൾ മയോണൈസ് ഒന്ന് അല്പം തേച്ചെടുക്കുക. അതിൽ നല്ല എരിവുണ്ട്, പുളിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബർഗർ അറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണോ നിങ്ങളുടെ കയ്യിലുള്ള, ഞാൻ കുക്കുംബറും തക്കാളിയും കൂടിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റേറിയൻ ബർഗറാണ്, പ്യുവർ വെജിറ്റേറിയൻ ബർഗറാണ്. നമ്മുടെ ചക്ക ബർഗർ ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഈ സീസണിൽ കിട്ടുന്ന ഒരു വിഭവമായതുകൊണ്ട് അത് ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. അപ്പോൾ 4 ബർഗറിൻ്റെ ഭാഗവും നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുത്തു. ശരിക്കും ബർഗറിൻ്റെ ഗ്രില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ടേസ്റ്റിന് വേണ്ടി നമ്മളൊന്ന് ക്രിസ്പ് ആവാൻ വേണ്ടി ബണ്ണ് ഗ്രില്ല് ചെയ്തെടുത്തു കേട്ടോ. ഞാൻ ഹോൾ വീറ്റ് ബർഗർ ബണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ഡിപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ബ്രൗൺ ബ്രെഡിൻ്റെ ക്രംസാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. പാക്കറ്റ് വാങ്ങി നിങ്ങൾക്ക് ഫ്രഷ് ബ്രെഡ് പിടിച്ചെടുക്കാം. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വെജിറ്റബിൾ നമുക്ക് ലെഗ്റ്റൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ലെഗ്റ്റൂസ് വയ്ക്കാം. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ വേണമെങ്കിലും വെച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾ ഒട്ടും കഴിക്കാത്ത പിള്ളേർക്കും പോലും ഇത് നമുക്ക് ഇന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത്ര സമയം നിങ്ങൾക്ക് ചീസ്, സ്ലൈസ് ചീസോ അല്ലെങ്കിൽ ഗ്രേറ്റഡ് ചീസോ വെച്ച് നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാവുന്നതാണ്. ഒത്തിരി ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ബർഗർ നമുക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബർഗർ റെഡിയായി. ഒരു ബർഗറിന് നല്ല ഹെവി 200 ഗ്രാമോളം നമ്മുടെ ബർഗർ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറയണേ. കഴിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണം. അടിപൊളിയൊരു ബർഗർ റെഡി. അതിൻ്റെ കൂടെ മയണൈസും. താങ്ക് യു ടു എവരിബഡി. എൻജോയ് ദ ലൈഫ്. ബൈ സജീസ് ഫ്ലവർ ടൈം.